നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീന രോഹിത്തിനെ വിളിച്ച് വാണിംഗ് കൊടുത്തത് കാരണം രോഹിത് ഒന്ന് മയപ്പെട്ടിട്ട് രോഹിത് പേടിച്ചിട്ടുണ്ട്. അലീന എങ്ങാനും എല്ലാവരോടും പറയുമെന്ന്. പോലീസിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ അറിയുന്നതാണ് രോഹിത്തിന് പ്രശ്നം. അപ്പോൾ രോഹിത് ആദ്യമൊക്കെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അലീനയ്ക്കിട്ട് നല്ല മറുപടിയൊക്കെ കൊടുക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല അലീനയുടെ മുന്നിൽ. അലീന അങ്ങനെ വിളിച്ചത് കാരണം അവൻ ഹരിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കിട്ടാത്തത് കാരണം പിന്നീട് അലീനയുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്, ദേഷ്യപ്പെടാതെ. അപ്പോൾ അലീന അവനെ ഉപദേശിക്കാൻ നോക്കുമ്പോൾ അത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നോടൊരു സോറി പറയാൻ പോലും തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയാമെന്നാണ് പറയുന്നത്. വേണ്ട, അങ്ങനെ പറയേണ്ട, മനസ്സിൽ നിന്ന് തട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ പോവാണ് രോഹിത്. ആ സമയത്ത് അലീന അവനെ വിളിച്ച് പറയുന്നുണ്ട്, നീ ഒരിക്കൽ എൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കും, എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്ന് ആ ദിവസം വിദൂരത്തല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മനു വരുന്നുണ്ട്. മനു വന്നിട്ട് വൈജയോട് നന്നായിട്ട് തട്ടിക്കയറുന്നുണ്ട്. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം, അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത് കേട്ട് വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അലീനയുടെ ഫോൺ ചോദിക്കുന്ന സമയത്താണെങ്കിലും അലീന പറയുന്നുണ്ട് എൻ്റെ ഫോൺ കാണാനില്ല. അപ്പോൾ മനു പറയുന്നുണ്ട് മിക്കവാറും അത് അവന്മാരെടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ ആകെ പേടിച്ചു പോവാണ്. കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പറയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആരെടുത്തതാ എന്നൊക്കെ. പിന്നീട് മുത്തശ്ശിയുടെ ഫോൺ ഉണ്ടല്ലോ, എൻ്റെ ഫോൺ ഉണ്ടല്ലോ, അത് അവൾ യൂസ് ചെയ്തോളും എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്നാൽ അത് മതി എന്നും പറഞ്ഞ് മനു പോകുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് രോഹിത്തിനെ മനു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് എല്ലാവരും കേൾക്കുക കേട്ടോ. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ബില്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവായ ബില്ലാണ്, എത്ര രൂപ ചിലവായെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. 1,65,000 രൂപ ചിലവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, സാറിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തതിന്, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ നീ തന്നു വീട്ടും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഞാൻ എങ്ങനെ തന്നു വീട്ടും എന്ന് ചോദിക്കണം. അതും ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഞാൻ വേണ്ടത്, ഞാൻ പോകണോ എന്ന് ചോദിക്കുമ്പോൾ നിൽക്ക്, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയണം വൈജ. അതല്ല, ഞാൻ ഇവിടെ നിൽക്കണോ, ഇവിടെ നിന്ന് ഇപ്പോൾ പോകണോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം നീ അവിടെ നിൽക്ക്, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അവൾ അവിടെ പിടിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ വൈജയാണെങ്കിൽ ഈ ബില്ലും കണക്കൊക്കെ നോക്കിയിട്ട് ആകെ വറീഡാവുകയാണ്. എത്ര രൂപയാണ് ചിലവായത്, ഇതൊക്കെ ഇനി എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും അവളുടെ ഒരു മാസത്തെ ബില്ല് ശമ്പളം നോക്കുകയാണെങ്കിൽ ഒന്നും ആവത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര നാൾ അവളെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കേണ്ടി വരും. അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് വൈജ കേട്ടോ. അലീനയാണെങ്കിൽ വൈജയുടെ ഈ ഓരോ പ്രവൃത്തി കണ്ടിട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അലീന അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ തന്നെ, അമ്മയുടെ ഓരോ ചേഷ്ടകളും ചിരിയില്ല ദേഷ്യപ്പെടലും അങ്ങോട്ടും ഇങ്ങോട്ടും തല ചരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലീന നോക്കി കണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാട്ടോ അലീന എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താ വൈജയ് അലീനയും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞത് ആകെ 1,25,000 ആകുമെന്നല്ലേ, ഇപ്പം നോക്കുമ്പോൾ 1,60,000 ആയിട്ടുണ്ട്. ഇത്രയും രൂപ ഇവളിൽ നിന്ന് എങ്ങനെ ഈടാക്കിയെടുക്കും, ഇവളിവിടെ എത്ര നാൾ ജോലി ചെയ്താലാണ് അതൊക്കെ വീട്ടിൽ തീർക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഇവളോട് അത് വീട്ടിൽ തീർക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അത് ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ തുകയാണ്, അത് അവളെ എനിക്ക് വീട്ടിൽ തീർക്കണ്ട. ആഹാ, അതങ്ങനെ ശരിയാകും, ഇവിടുത്തെ ആരാണ്, ഇവിടുത്തെ സെർവൻ്റ് അല്ലേ, അപ്പോൾ ആ ഒരു സെർവൻറ്റിന് ഇത്രയും രൂപയൊക്കെ കൊടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇനി ആ കാശ് അവൾ തിരിച്ചു തരണ്ടാന്നോ, അതെങ്ങനെ ശരിയാവും, അത് ബാലചന്ദ്രൻ്റെ മക്കളും ഞാനും അനുഭവിക്കാനുള്ള കാശാണ്, അല്ലാതെ എവിടെ നിന്നോ വന്ന ഒരു വേലക്കാരി പെണ്ണ് അനുഭവിക്കാനുള്ള കാശല്ല എന്നൊക്കെ പറയണ വൈജയ് നീ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം എടുത്തിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കരുത് കേട്ടോ, അതും ഈ പെങ്കൊച്ചിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ സാറിന് കൊടുത്തപ്പോൾ വാങ്ങിക്കാഞ്ഞതാണ്, ഞാൻ അന്നേരമേ സാറിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എവിടെ കാശ്, നിനക്ക് എവിടുന്ന് കാശ് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേ അത് അലീന പറയാനുള്ള സാധ്യത അവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ മാമച്ചാൻ ഇങ്ങനെ ക്യാഷ് തന്നു എന്ന് പറയുമ്പോൾ ഓ മാമച്ചൻ മുതലാളി നിനക്ക് കാശ് തന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് വല്ല സൂക്കേടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വൈജ കേട്ടോ. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയാൾക്ക് സൂക്കേടല്ല, സൂക്കേട് ഇവിടെ നിനക്കാണുള്ളത്, അയാൾ അത്രയും നല്ല മനുഷ്യനായതുകൊണ്ടാണ് അവൾക്ക് കാശ് കൊടുത്തിട്ട് പോയത്, എന്നിട്ട് ആ കാശ് എന്തെന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ കയ്യിലുണ്ട്, അതെന്ത് ബാലചന്ദ്രന് കൊടുക്കാഞ്ഞ്, ഞാൻ കൊടുത്തപ്പോൾ സാറ് വാങ്ങിച്ചില്ല, സാറ് പിന്നെ വേണ്ട എന്ന് പറഞ്ഞു, അതങ്ങനെ ശരിയാവത്തില്ല, അങ്ങനെ നിൻ്റെ കയ്യിൽ കാശ് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ ആ കാശ് ഇങ്ങോട്ടേക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്. വേണ്ട വൈജ, ആ കാശ് നീ വാങ്ങിക്കാൻ നിൽക്കണ്ട, അത് അവൾക്ക് അവർ കൊടുത്ത കാശില്ല, ഇനിയും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് ഇനിയും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട്,
വരുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടാവും. നീ എന്താണെങ്കിലും അവളുടെ ശമ്പളം കട്ട് ചെയ്യാനൊക്കെ പോലെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പണം ഞാൻ അവൾക്കായിട്ട് ചിലവാക്കി കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ടെന്ന് പറയുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അപ്പോഴും അലീന പറയുന്നുണ്ട്, ഞാൻ എത്ര നാൾ വേണമെങ്കിലും ജോലി ചെയ്താൽ കടം വീട്ടാന്ന് പറയുമ്പോൾ എത്ര നാൾ ജോലി ചെയ്താലാണ് നിന്റെ കടം വിടുക, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനും പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി മാറിയല്ലോ എന്നൊക്കെ പറയാണ് വൈജ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ആ കുഷ്ഠരോഗം നീ ഒന്ന് എടുത്ത് കളയി വൈജെ, അവൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് തട്ടിമുട്ടിയും ജീവിച്ച് പൊക്കോട്ടെ, അവൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയ കാശ് ഞാൻ എൻ്റെ മകൾക്ക് ചിലവാക്കിയതായിട്ട് കണക്കാക്കുകയാണ്. ബാലചന്ദ്രൻ എന്ത് നോൺസെൻസാണ് പറയണത്, ഒട്ടും ബോധമില്ലേ, അങ്ങനെയാണോ സംസാരിക്കുന്നത്? എനിക്കറിയാം എങ്ങനെയാണ് അവളുടെ കയ്യിൽ നിന്ന് കാശൊക്കെ ഈടാക്കി എടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് വൈജ അവിടെ നിന്ന് ആ ബില്ലൊക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയണം. അങ്ങനെ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീന അങ്ങനെ കിച്ചണിലേക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അലീന കിച്ചണിൽ ഇങ്ങനെ ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ കൃഷ്ണ പറയുന്നത്, ചേച്ചി ഇങ്ങോട്ടൊക്കെ മാറി, ഞാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, ചേച്ചിയോട് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, നിൻ്റെ അമ്മ എനിക്ക് റെസ്റ്റ് തരേണ്ട മോളെ എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് അങ്ങനെയാണ്, അമ്മയ്ക്ക് തീരെ മനസ്സാക്ഷിയില്ല, അമ്മ എന്തൊരു സ്ത്രീയാണ്, ഒരു വയ്യാത്ത ആളോടാണ് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത്, ചേച്ചി ഇങ്ങോട്ടേക്ക് മാറി, ഞാൻ ചെയ്തു തരാം, ഞാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാം, കുറച്ചൊക്കെ ജോലി ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്ക് കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ നല്ലൊരു കോംബോ ആട്ടോ, കൃഷ്ണമോളും അലീനയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ ഇങ്ങനെ ഓരോന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ചേച്ചി ഇനി എന്താ വേണ്ടത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും കൃഷ്ണമോളും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അലീന വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷ്ണമോൾ ഇങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ ആ സമയത്താണ് വൈജയന്തി അവിടെ കൃഷ്ണയെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ കിടന്ന് അലറുന്നത്, അമ്മയ്ക്കൊന്ന് മെല്ലെ വിളിച്ചാൽ എന്താ, എൻ്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല, ഒന്ന് പതുക്കെ സംസാരിച്ചൂടെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. നീ എൻ്റെ ഇത് വാങ്ങിക്കൂട്ടോ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് കൃഷ്ണ. നിന്നോടാരും ഇവിടെ വന്ന് കിച്ചണിൽ ജോലി ചെയ്യാൻ പറഞ്ഞത്, അത് ഇവളുടെ ജോലിയല്ലേ, ഇവളല്ലേ ഇവിടുത്തെ ജോലി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഇവളോട് 2 ആഴ്ച റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഇവളെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ അമ്മയ്ക്ക് തോന്നുന്നു, അമ്മയ്ക്ക് തീരെ മനസ്സാക്ഷിയില്ലേ, അമ്മയും ഒരു സ്ത്രീയല്ലേ, അമ്മയും ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എൻ്റെ നിന്ന് വാങ്ങിക്കൂട്ടെ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. പറയാട്ടോ വൈജയന്തി. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയൊന്ന് പോയേ, അമ്മ ഏതായാലും ചെയ്യുന്നില്ല, ഞാനെങ്കിലും ചേച്ചി ഒന്ന് സഹായിച്ചോട്ടെ. ചേച്ചിയോ? ആ ചേച്ചി അങ്ങനെ തന്നെയാണ്, എൻ്റെ ചേച്ചി തന്നെയാണെന്ന് പറയണേ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ പറയാണ് വൈജ. അമ്മയ്ക്ക് അറിയാലോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്, ഞാൻ ഇങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാലോ, പിന്നെ എന്തിനാണ് അമ്മ ഏത് നേരം എൻ്റെ പുറകെ വന്ന് അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അമ്മയ്ക്ക് എന്നെ മാറ്റാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് അമ്മ മാറുന്നില്ലല്ലോ, അമ്മയുടെ ഈ സ്വഭാവം മാറ്റുന്നില്ലല്ലോ, ഏത് സമയത്തും ദേഷ്യം വാശി, പിന്നെ എന്നോട് മാത്രം മാറണം, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രം അമ്മ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കൃഷ്ണ. ആ സമയത്ത് വൈജയുടെ നാവടഞ്ഞു പോകുന്നു, കൃഷ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അലീനയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അലീന അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ ആരും തന്നെ വൈജ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വരികയാണ്. നീ എന്താ മോളെ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, പിന്നെ സംസാരിക്കണ്ടേ, അമ്മ ചെയ്യുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ, ചേച്ചിയെ കൊണ്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണോ, അല്ലല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ അമ്മയൊന്ന് അടങ്ങത്തുള്ളൂ, അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ്, അമ്മയ്ക്ക് എല്ലാ വാശിയും അമ്മയുടെ വാശി മാത്രം ജയിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അമ്മയ്ക്കുള്ളത് എന്നൊക്കെ പറയണം. അതേസമയം നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലട്ടോ. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് ബാലചന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശിയുടെ ഫോണ് ബാലചന്ദ്രൻ നേരത്തെ വാങ്ങിച്ച് ഓണാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ബാലചന്ദ്രൻ അതിലൊരു സൂത്രം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ കോൾ റെക്കോർഡിങ്സ് ചെയ്തു വെച്ചിട്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാലും ആ റെക്കോർഡിങ്സ് അതിൽ സേവ് ആകും, അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കാം മനു വന്നിട്ട് ദേഷ്യപ്പെടുന്നു രോഹിത്തിനോട്, അത് മാത്രമല്ല അലീന അങ്ങനെയൊക്കെ സംസാരിക്കുന്നു, അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ശരിക്കും അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ കുറേ നേരം ആലോചിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രന് ഓർമ്മയുണ്ട് മുത്തശ്ശിയുടെ ഫോണിൽ ഇങ്ങനെ ചെയ്തു വെച്ചത്. അപ്പോൾ എന്താണെങ്കിലും അലീന ഉപയോഗിക്കുന്നത് ആ ഫോണാണ് എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാം. അപ്പോൾ ആ ഫോൺ പോയി വാങ്ങിക്കുക കേട്ടോ. ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ചെന്നിട്ട് മുത്തശ്ശിയോട് അമ്മയുടെ ഫോൺ എന്തേലും ചോദിക്കുകയാണ്. ദേ ഇവിടെ ഉണ്ടല്ലോ ബാല, എൻ്റെ ഫോണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു പ്രോബ്ലം, ഞാൻ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, അമ്മയുടെ ഫോണും തന്നെ എനിക്കൊന്ന് റിങ് ചെയ്തിച്ച് നോക്കാനാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ, ആ മതി, എനിക്കിപ്പോൾ ആരെ വിളിക്കാൻ അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയണം. എന്നാൽ ശരി, ഞാൻ അമ്മയുടെ ഫോൺ കുറച്ച് കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആ ഫോണും കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. അങ്ങനെ ആ ഫോണും കൊണ്ട് റൂമിലേക്ക് പോയിട്ട് അതിലിങ്ങനെ നോക്കി അങ്ങനെ കോൾ റെക്കോർഡിങ്സ് എടുക്കുകയാണ്. കോൾ റെക്കോർഡിങ്സ് എടുക്കുന്ന സമയത്ത് അതിൽ ആദ്യം ലാസ്റ്റ് കോളിൻ്റെ
റെക്കോർഡിങ്സ് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വിളിച്ച കോൾ റെക്കോർഡിങ്സ് ആവുമല്ലോ. അത് കേൾക്കുമ്പോൾ അലീന രോഹിത്തിനെ വിളിച്ച റെക്കോർഡിങ്സ് ആണ്. അപ്പോൾ അതിങ്ങനെ കേൾക്കുകയാണ്, ഞാൻ അലീനയാണ് എന്ന് പറയുന്നതും അലീനയോട് രോഹിത് ദേഷ്യപ്പെടുന്നതും നീ വെച്ചിട്ട് പൊടി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യടി എന്നൊക്കെ പറയുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എനിക്ക് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നീയും ഹരിയും കൂടി മയക്കുമരുന്ന് നൽകി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യമാണെന്ന് ഞാൻ എല്ലാവരോടും പറയും എന്നുള്ള കാര്യമൊക്കെ അലീനയുടെ ആ റെക്കോർഡിങ്സിൽ കേട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. താൻ എന്തായി കേട്ടത് എന്നുള്ള ഒരു ഷോക്കിലാട്ടോ. അപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്, ഫോണിലൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടതും അതിൽ കൂടുതലും കേട്ടത് എൻ്റെ അനുജനല്ലേ മോളെ എന്നുള്ള കാര്യമാണ്. എൻ്റെ അനുജനല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെതിരെ ഒന്നും ചെയ്യാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് കേട്ടത്. അതായിരുന്നു കൂടുതലും കേട്ടിട്ടുള്ളത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. അപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഈ ഫോൺ റെക്കോർഡിങ്ങിലൂടെ കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ ഷോക്കാവുകയാണ്, ആകെ തകർന്നു പോകട്ടെ. കാരണം തൻ്റെ മകനും ഹരിയും കൂടി ചേർന്നിട്ട് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ സ്വയം കുത്തിയതാണ് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്. രോഹിത്തും ഹരിയും കൂടെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആകെ ഷോക്കായി പോകണം ബാലചന്ദ്രൻ, ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല രോഹിത്തിൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് അലീന അത് ആരോടും പറഞ്ഞതുമില്ല. അത് മാത്രമല്ല പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ബാലചന്ദ്രൻ ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കോൾ റെക്കോർഡിങ്സ് നോക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് പിന്നീട് വിളിച്ചിട്ടുള്ളത് രേവതിക്കുട്ടീനെയാണ്. അപ്പോൾ രേവതിക്കുട്ടിയെ വിളിച്ച സമയത്ത് അതിലുള്ള സംഭാഷണം ഇങ്ങനെ കേൾക്കുകയാണ്. രേവതിക്കുട്ടിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. എൻ്റെ അനുജനായതുകൊണ്ടാണ് മോളെ, ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. പക്ഷേ ഇനിയും അവൻ നന്നാവാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവനോട് അവനോട് ഞാൻ പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ ഷോക്ക് ആവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തൻ്റെ അനുജനാണെന്ന് പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുകയാണ്. അപ്പോൾ എന്താണ്, എവിടെയാണ്, എന്താ സംഭവിച്ചതെന്നും അറിയാതെ ആകെ ഒരു എന്താ പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആകെ എന്തോ ഒരു മനസ്സിലിങ്ങനെ ഡൗട്ടും എല്ലാം കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്താണെന്നൊന്നും മനസ്സിലാവില്ല, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയിലാണ് ബാലചന്ദ്രൻ ഇരിക്കുന്നത്. പിന്നീട് ഒരു പക്ഷേ ഇന്ന് കാണിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സീനാണ്. രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നതാണ്. മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും രോഹിത്തിനോട് ആദ്യം ബാലചന്ദ്രൻ്റെ ഒരു നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു പ്രത്യേകതയുള്ളതാണ്. കാരണം സംശയം ഉള്ളിൽ വെച്ചിട്ട് നോക്കുമ്പം ആ നോട്ടത്തിന് ശരിക്കും ദേഷ്യപ്പെട്ടൊക്കെ നോക്കുമ്പോൾ നോട്ടത്തിന് നേരിടാൻ പോലും രോഹിത്തിന് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ എന്താ അച്ഛാന്ന് ഇങ്ങനെ ഒരു വെപ്രാളത്തോടെ ചോദിക്കണം. അങ്ങനെ ബാലചന്ദ്രൻ അകത്ത് കയറിയിട്ട് റൂമിലേക്ക് കയറിയിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അച്ഛാ, എന്ന് ഞാൻ ഉറങ്ങാനായിട്ട് ഉള്ള പരിപാടിയാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അന്നേ അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ കോളേജിലായിരുന്നു അച്ഛാ. പിന്നെ നീ എന്തിനാ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്? ഞാൻ വീട്ടിലേക്ക് വന്നില്ല അച്ഛാ എന്ന് പറയട്ടോ. നീ വീട്ടിലേക്ക് വന്നു രോഹി, നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട, നീ വീട്ടിലേക്ക് വരുന്നത് കണ്ട ആളാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയട്ടോ. ഇല്ല അച്ഛാ ഞാൻ വന്നില്ല എന്ന് പറയുമ്പോൾ, രോഹിത്തെ നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതച്ഛാ എനിക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് എന്താ നീ പറഞ്ഞു നിർത്തിയത്? അല്ല ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു, പക്ഷെ ഞാൻ അപ്പോഴേ തന്നെ തിരിച്ചു പോയച്ചാ. അതെന്താ നീ തിരിച്ചു പോയത്? ഞാൻ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടൊന്നും ഇവിടെ ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി എന്ന് പറയണം. ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല എന്നോ? പിന്നെ ശർമ്മ ഡോക്ടർ വന്ന സമയത്ത് ഡോറ് ലോക്കില്ലാതെ ചെയ്യാതെ കിടക്കായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഡോറ് തുറക്കുന്നുണ്ടായില്ല എന്ന്? എനിക്കറിയില്ല അച്ഛാ. അപ്പോൾ നീ എന്തിനാ പിന്നെ തിരിച്ചു പോയത്? ഞാൻ ഡോറ് തുറക്കാതായപ്പോൾ ഞാൻ കരുതി ആരുമില്ലാന്ന് കരുതിയിട്ട് തിരിച്ചു പോയി എന്നൊക്കെ പറയണം. നീ പറയുന്നത് ഒന്നും ശരിയല്ലല്ലോ രോഹിത്, എന്താ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ടെന്ന് പറയണേ. അപ്പോൾ രോഹിത്താകെ ഇങ്ങനെ തപ്പിത്തടയട്ടോ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് വരികയും നീ ഹരിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും രോഹിത് ആകെ ഷോക്കായി പോവാണ്. അച്ഛാ ഹരിയെയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതോ? നീ ഹരിയെയും കൂട്ടി വീട്ടിലേക്ക് വന്നു, നീ അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ? അങ്ങനെയല്ലേ അവൾക്ക് ആക്സിഡൻ്റ്, അങ്ങനെയല്ലേ അവൾക്ക് അപകടം സംഭവിച്ചത്? നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ആ പെങ്കൊച്ച് അവളുടെ വയറ്റിലേക്ക് തന്നെ കത്തി കുത്തി ഇറക്കിയത്? എടാ മഹാപാപി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് രോഹിത്തിനോട്. അച്ഛാ അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അച്ഛനോട് കെഞ്ചുന്ന മാതിരി ഇങ്ങനെ നിൽക്കട്ടോ. പേടിച്ച് വരച്ചാണ് രോഹിത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പം ബാലചന്ദ്രൻ നന്നായിട്ട് ദേഷ്യപ്പെടുകയും അവനെ നല്ല രണ്ട് തല്ല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് ചെറ്റത്തരാണ് നീ ആ പെങ്കൊച്ചിനോട് കാണിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പെരുമാറാണ്. നീയും ഹരിയും കൂടി കാണിച്ച എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? ആരും എന്നോട് പറഞ്ഞതൊന്നുമല്ല, അവളും എന്നോട് പറഞ്ഞതല്ല, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എന്താ സംഭവിച്ചതെന്ന് നിൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറയണം.
അപ്പോൾ രോഹിത് അച്ഛാ അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രോഹിത്തിന് ഭയങ്കര പേടിയാണ്. അങ്ങനെ ലാസ്റ്റ് രോഹിത്തിനെ കൊണ്ട് ബാലചന്ദ്രൻ തന്നെ പറയിപ്പിക്കുക കേട്ടോ. അത് അച്ഛാ ഹരിക്ക് അവളോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ, എനിക്കും വന്ന് റൂബി വന്ന സമയത്ത് അവൾ അച്ഛനെ വിളിച്ച് ഞങ്ങളെ ഒറ്റ കൊടുത്തില്ല, അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദേഷ്യമൊക്കെ തീർക്കാനായിട്ട് ഹരി പറഞ്ഞ ഒരു ഐഡിയ ആണ് അങ്ങനെയെന്നൊക്കെ പറയണത്. എന്നിട്ട് എന്താ ചെയ്തത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഹരി തന്നെ എന്തോ ഒരു ക്യാപ്സ്യൂൾ കൊണ്ടുവന്നു, മയക്കുമരുന്നാണെന്ന് പറഞ്ഞു, അത് ജ്യൂസിൽ കലർത്തി അവളെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയണം. എന്നിട്ട് വെച്ചാൽ അവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ അങ്ങനെ പറയാനൊന്നും സമ്മതിക്കില്ല, ഒറ്റ പൊട്ടിക്കലാട്ടോ. അത് അങ്ങോട്ട് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. നല്ല തല്ല് രോഹിതിന് കിട്ടുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന്. വെച്ചാൽ തല്ലല്ലേന്നൊക്കെ പറയേണ്ട, ശബ്ദം കേൾപ്പിക്കരുത്, പുറത്ത് ഒരാൾ ഇതുവരെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല, നീ അവരെ കൂടെ നീ അറിയിക്കേണ്ട, അതൊക്കെ മിണ്ടരുത്. ആ പെങ്കൊച്ചായതുകൊണ്ട് അതൊക്കെ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ അവസ്ഥ എന്തായിരുന്നു, നീ ഇന്ന് ഇപ്പം ഈ വീട്ടിൽ നിനക്ക് കിടക്കാൻ പറ്റുമായിരുന്നോ, നീ ജയിലിൽ പോയി കിടക്കുന്നുണ്ടാകും എന്ന് പറയണം. അങ്ങനെ ഒരുപാട് സോറി വെച്ചാൽ അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട്. നീ എന്നോടല്ല മാപ്പ് പറയേണ്ടത്, ഇത്രയൊക്കെ നീ ചെയ്തിട്ടും നിന്നോട് ക്ഷമിച്ച് നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആ പെങ്കൊച്ചില്ലേ, അവളോടാണ് നീ മാപ്പ് പറയേണ്ടത്. നിൻ്റെ സ്വന്തം ചേച്ചിയാണത് എന്ന് പറയട്ടോ. ചേച്ചിയോ, അതായത് നിൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ അത്രയും ഒരു മുതിർന്നതല്ലേ, നിന്നെക്കാളും പ്രായം കൂടിയതല്ലേ, അപ്പോൾ ചേച്ചി എന്ന് തന്നെയല്ലേ എന്ന് പറയണ്ട. സോറി അച്ഛാ, ഞാൻ പറഞ്ഞോളാം അച്ഛാ, ഞാൻ മാപ്പ് പറഞ്ഞോളാം അച്ഛാ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അലീനയ്ക്ക് എന്തോ ഒരു ബന്ധം ഈ വീട്ടിലുണ്ട്, വൈജയുമായിട്ട് എന്തോ ബന്ധം ഉണ്ടെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് രോഹിത്തിനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും അലീനയെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ രോഹിത്തിനും കിട്ടിയിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. മിക്കവാറും നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അലീനയോട് സോറി പറയാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ രോഹിത്ത്. പിന്നീട് മുത്തശ്ശിയും അലീനയുമായി സംസാരിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് മുത്തശ്ശി അലീനയോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല ചോദിക്കുന്നത്, വൈജയന്തിയും മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യം ചോദിക്കാൻ, ആഗ്രഹ ചരിത്രമൊക്കെ എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യമൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് എങ്ങനെ അറിയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വൈജ തിരുവനന്തപുരത്ത് പോയി ശാസ്തമംഗലത്ത് പോയി താമസിച്ച കാര്യമൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ മുത്തശ്ശി എന്തോ ഒരു കാര്യമുണ്ടല്ലോ, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ചുമ്മാ അറിയാനായിട്ട് ചോദിച്ചതാന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് മറയ്ക്കാനാ, മുത്തശ്ശിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളില്ലെന്ന് ചോദിക്കുകയാണ്. എൻ്റെ മനസ്സിലൊന്നുമില്ല, എന്നാലേ മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ മനസ്സിലിരുന്നോട്ടെ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലിരുന്നോട്ടെ, അങ്ങനെ തന്നെ കുറച്ച് നാൾ പൊക്കോട്ടെ എന്ന് പറയണ അലീന. അപ്പോൾ അലീനയെ സംശയത്തോട് കൂടിയിട്ട് നോക്കുക കേട്ടോ മുത്തശ്ശി. നീ ഒരു വലിയ ആൾ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ അലീന പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ മാത്രമല്ല അലീനയോട് ബാലചന്ദ്രൻ സംസാരിക്കുന്ന ഒരു എപ്പിസോഡും കൂടി, ഒരു സീനും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അത് നാളെ ആയിരിക്കത്തില്ല, മറ്റന്നാളത്തെ എപ്പിസോഡിലൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ബാലചന്ദ്രൻ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.